സീലിംഗിൽ ഉപയോഗിക്കുന്ന ഇൻസുലേറ്റഡ് ഷീറ്റ് അല്ലെങ്കിൽ സുപ്രീമിൻ്റെ ഇൻസു ഷീൽഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റാണിത്. ഇത് നമ്മൾ സീലിംഗിൽ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് ഇൻസുലേറ്റഡ് സീലിംഗ് ബോർഡ് അല്ലെങ്കിൽ സുപ്രീമിൻ്റെ ഇൻസു ബോർഡ് എന്ന് പറയാം. നമ്മുടെ ജിപ്സം ബോർഡിന്റെ കിഡിലൻ ഒരു പകരക്കാർ. ഈ ഒരു ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത് ഇൻസു ബോർഡ് യൂസ് ചെയ്തിട്ടാണ്. ഒറ്റ പ്രൊഡക്റ്റ്, ഒരുപാട് ഉപയോഗങ്ങൾ. വാട്ടർ പ്രൂഫ്, അതിൽ പൂപ്പൽ വരില്ല, അതിൽ വെള്ളം പിടിക്കില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. കൃത്യമായിട്ട് നല്ല ഫിനിഷ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എൻഡ് പ്രൊഡക്റ്റ് ഔട്ട്പുട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. 10 ഡിഗ്രി സെൽഷ്യസ് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കുറവുണ്ട്. ഇനിയിപ്പോൾ നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഒരു 15 ഡിഗ്രി വരെ കുറവ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുള്ളതാണ്. പിടിക്കൂല, തന്നെ കിട്ടും. അതിന്റെ ബാക്കിൽ ഒന്ന് കൈ വെച്ച് നോക്കാവോ? ഇവിടെ ചൂട് കുറവാ, ചൂടേ ഇല്ല. അവിടെ ചൂട് വരില്ല. പ്രൊഫൈൽ കട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് കോവ് ലൈറ്റ്സ് കട്ട് ചെയ്യാം. എത്ര ഹെവി ആയിട്ടുള്ള ലൈറ്റുകൾ വേണമെങ്കിലും നമുക്ക് ഇതിൽ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ഇൻസേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നല്ല ഫിനിഷിൽ തന്നെ അത് ചെയ്യാനും സാധിക്കും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ വലിയൊരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തിയിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലും അല്ലെങ്കിൽ നിങ്ങളുടെ ബിൽഡിങ്ങിലും ഇതേ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സൊല്യൂഷൻ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രോബ്ലം ഇതാണ്: നമ്മളിപ്പോൾ ഒരു വലിയ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, ഒരു ഓഡിറ്റോറിയം ചെയ്യുന്ന സമയത്ത് ഒരു 600 പേരിരിക്കുന്ന വലിയൊരു ഓഡിറ്റോറിയമാണ് ഇവിടെ ഉള്ളത്. ഇതിനകത്തുള്ള ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്തത്, ഷീറ്റ് റൂഫിംഗ് ചെയ്യുന്ന സമയത്ത് അടിയിലിരിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ചൂട്. ഒന്നാമത് നമ്മുടെ ക്ലൈമറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒക്കെ പുറത്തെ ടെമ്പറേച്ചർ 46 ഡിഗ്രി സെൽഷ്യസ് വരെ വരുന്ന സമയത്ത് അകത്തിരിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ചൂട്. അപ്പോൾ ഇതെങ്ങനെ കുറയ്ക്കും? ഇത് കുറയ്ക്കാൻ എന്താണ് മാർഗങ്ങൾ? കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷൻസ് എന്താണ്? ഇതിനുള്ള സൊല്യൂഷനാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റ്. അടിപൊളി കിഡിലൻ പ്രൊഡക്റ്റ് ആണ്. സുപ്രീം എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്ന കിഡിലൻ ഐറ്റംസ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യും. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് ഇൻസുലേറ്റഡ് സീലിംഗ് ബോർഡ് അല്ലെങ്കിൽ സുപ്രീമിൻ്റെ ഇൻസു ബോർഡ് എന്ന് പറയാം. ഇത് ഉപയോഗിക്കുന്നത് ഫോൾ സീലിംഗിൽ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സീലിംഗ് പാനലായിട്ടാണ്. നമ്മുടെ ജിപ്സം ബോർഡിന്റെ കിഡിലൻ ഒരു പകരക്കാരൻ. ഞാനിപ്പോൾ ഈ ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് സീലിംഗിൽ ഉപയോഗിക്കുന്ന ഇൻസുലേറ്റഡ് ഷീറ്റ് അല്ലെങ്കിൽ സുപ്രീമിൻ്റെ ഇൻസു ഷീൽഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റാണിത്. ഇത് നമ്മൾ സീലിംഗിൽ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ്. അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റിൻ്റെയും സ്പെസിഫിക്കേഷൻസ്, അതിൻ്റെ ഉപയോഗം, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതാണ് ഓഡിറ്റോറിയത്തിൻ്റെ അകംവശം. ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ സീലിംഗ് മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത് ഇൻസു ബോർഡ് യൂസ് ചെയ്തിട്ടാണ്. ഒറ്റ പ്രൊഡക്റ്റ്, ഒരുപാട് ഉപയോഗങ്ങൾ. ഇൻസു ബോർഡ് സീലിംഗിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന യൂസ് ഇതാണ്. ഒന്ന്, നല്ല തെർമൽ ഇൻസുലേഷൻ, ചൂട് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ AC വെച്ച് കഴിഞ്ഞാലും AC-യുടെ കപ്പാസിറ്റി വളരെ കുറവ് മതി, കറണ്ട് ബില്ല് വളരെ കുറവ് മതി, തെർമൽ എഫിഷ്യൻസി നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് വാട്ടർ പ്രൂഫ് മെറ്റീരിയലാണ്. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡ്രോപ്പ് വെള്ളം അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സീലിങ്ങുകളൊക്കെ നശിച്ചു പോകും, പൂപ്പൽ വരും. എന്നാൽ ഇൻസു ബോർഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇറ്റ്സ് വാട്ടർ പ്രൂഫ്, അതിൽ പൂപ്പൽ വരില്ല, അതിൽ വെള്ളം പിടിക്കില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. കൃത്യമായിട്ട് നല്ല ഫിനിഷ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എൻഡ് പ്രൊഡക്റ്റ് ഔട്ട്പുട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഈ സീലിംഗിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ആ ഒരു ഹോള് വരുന്നത് മുഴുവൻ CNC വർക്കുകൾ ഇൻസു ബോർഡിൽ ചെയ്ത് മനോഹരമാക്കി വെച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു ബെൻഡഡ് കേർവ്ഡ് ആയിട്ടുള്ള ഡിസൈനാണ് ഇവിടെ ആർക്കിടെക്ചർ തന്നിരിക്കുന്നത്. ആ രീതിയിൽ കേർവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. നമുക്കിഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. നമുക്ക് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പേടി കൂടാതെ ഉപയോഗിക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു പ്രൊഡക്റ്റ് കൂടിയാണ്. വിശദമായിട്ട് നമുക്ക് അടുത്തറിയാം. ഈ പ്രൊഡക്റ്റ് എവിടെയൊക്കെ ഉപയോഗിക്കാന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് പറയാലോ. നമ്മുടെ വീടുകളിൽ സുഖമായിട്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. ബെഡ്റൂമുകളിലൊക്കെ സംബന്ധിച്ചിടത്തോളം സീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രൊഡക്റ്റായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഉപയോഗം ഇതാണ്: വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ചെറിയ ലീക്കോ നനവോ ഉള്ള വീടുകളാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ജിപ്സോ ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ ഈ പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുക. ഓഫീസ് സ്പേസുകളിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇൻസു ബോർഡ്. ഓഫീസിൻ്റെ സീലിംഗ് ഒക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ അനായാസം നമുക്ക് പണി തീർത്തെടുക്കാൻ പറ്റും. അതേപോലെ വലിയ ഹോൾ സ്പേസുകൾ, ഇതേപോലെ ഓഡിറ്റോറിയംസ്, ക്ലിനിക്കുകൾ, ഹോസ്പിറ്റൽസ്, ചർച്ച്, മസ്ജിദ്, അങ്ങനെ ആളുകൾ വരുന്ന കമ്മ്യൂണിറ്റി ഏരിയാസിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു ഓൾറൗണ്ടർ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, സീലിംഗിലേക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇൻസു ബോർഡ്. ഇതിൻ്റെ ഒരു കാറ്റഗറി പറയുകയാണെങ്കിൽ പോളിസ്റ്റൈറീൻ പ്രൊഡക്റ്റാണ്, എക്സ്ട്രൂഡഡ്
റെൻഡേർഡ് പോളിസ്റ്റൈറീൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഈ ഒരു ഇൻസു ബോർഡ് വരുന്നത്. ആക്ച്വലി ഇതൊരു പോളിമർ പ്രൊഡക്റ്റ് ആണെന്ന് പറയാം. സുപ്രീം എന്ന് പറയുന്ന ബ്രാൻഡാണ് ഈ പ്രൊഡക്റ്റ് ഇറക്കുന്നത്. സുപ്രീം എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്കറിയാം ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ പോളിമർ പ്രൊഡക്റ്റുകളും അതുപോലുള്ള വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്ലംബിംഗ് ഐറ്റംസ് ഒക്കെ ഇറക്കിയിട്ട് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ബ്രാൻഡാണ് സുപ്രീം. അവരുടെ പ്രൊഡക്റ്റ് കൂടെയാണിത്. സോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ വളരെ നല്ല പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സുപ്രീമിൻ്റെ ആളുകൾ തന്നെ നമ്മുടെ വീഡിയോയിൽ വരുന്നുണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഇപ്പം എൻ്റെ കൂടെയുള്ള ആൾ സുപ്രീമിനെ കുറിച്ച് എന്ത് ഡൗട്ട് വന്നാലും എനിക്ക് നേരിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് മിസ്റ്റർ ജിവിൻ. വെൽക്കം ടു മൈ ബെറ്റർ ഹോം. നമ്മളെ ഞാനൊരു എഞ്ചിനീയർ എന്നുള്ള നിൽക്കുന്ന ഈ പ്രൊഡക്റ്റിനെ ഓൾറെഡി ഞാൻ പരിചയപ്പെട്ടതാണ്. ഈ സാധനത്തിൻ്റെ പ്രത്യേകതകളൊക്കെ എനിക്ക് അറിയുകയും ചെയ്യാം. എന്നാലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ അതിൻ്റെ ഒരു ആൻസർ പറയണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് ആളുകൾക്ക് ഇത് പ്രസന്റ് ചെയ്ത് കൊടുക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? നമുക്ക് സാൻഡ്വിച്ച് പാനൽ പഫ് ഷീറ്റ് എന്തെങ്കിലും ഉപയോഗിച്ചാൽ പോരെ? അത് ഭയങ്കര കോസ്റ്റ് വരുന്നുണ്ട്. അത് മാത്രമല്ല അത് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. യെസ്, ഈ സാധനം സോയ്സ് ചെയ്യുന്നത് മുതൽ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിന്റെ ബഡ്ജറ്റ് ഇടുന്നത് വരെ ഭയങ്കര കോസ്റ്റാണ്. ഇതിന്റെ ഒരു ഡബിൾ മതിയാവില്ല എന്ന് തോന്നുന്നു അല്ലേ? ഡബിൾ മതിയാവില്ല. കാരണം സ്ട്രക്ചർ മുതൽ നല്ല കനത്തിൽ ചെയ്യണം. അത് കൂടാതെ അത് കനം കൂടിയ സാൻഡ്വിച്ച് പാനലാണ് കൂടുതൽ എഫക്റ്റീവ്. അത് ചെയ്യണമെങ്കിൽ അത് ക്രെയിനിൽ ലിഫ്റ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ഒരുപാട് ഡിഫിക്കൽട്ടീസ് അതിനുണ്ട്. യെസ്, ഇതിലേക്ക് വരികയാണെങ്കിൽ ഒന്നാമത്തേത് ബ്രാൻഡ് ക്വാളിറ്റി വിത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഇതാണ് ഈ ഒരു സാധനത്തിനെ വേറിട്ട് നിർത്തുന്നത് അല്ലേ? യെസ്. ഇതിൽ എത്ര വെറൈറ്റികൾ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? നമ്മൾ സാധാരണ എല്ലാവരും കണ്ടുവരുന്നത് XLP എന്ന് മാത്രം കാണുന്നുള്ളൂ. ഇതിൽ പല വെറൈറ്റീസ് വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് മെറ്റ്പെറ്റ് എന്ന് പറയും. XLP വിത്ത് മെറ്റ്പെറ്റ് ഫോയിൽ. യെസ്. അതുപോലെ തന്നെ ഇത് നോർമൽ അലുമിനിയം ഫോയിൽ. ഇത് അലുപെറ്റ് ഫോയിൽ. മൂന്ന് വെറൈറ്റികളാണ്. റൂഫിംഗ് ഷീറ്റിൽ ഒട്ടിക്കാനാണ് എന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് സാധാരണ ഉപയോഗിച്ച് വരുന്നത്. ഓ ശരി ശരി. പ്രധാനപ്പെട്ട കാര്യം ഇതൊരു കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണ്. രണ്ട് മെറ്റീരിയൽ ഒരുമിച്ചാണ് സുപ്രീം ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? പുറകിലൊരു മെറ്റീരിയൽ ആണ്, മുന്നിലൊരു മെറ്റീരിയൽ ആണ്. ഈ മെറ്റീരിയൽ ആണ് നമ്മൾ മുകൾ ഭാഗത്ത് സൂര്യന്റെ ആ ഒരു റേഡിയേഷൻ വരുന്ന ഭാഗത്ത് കൊടുക്കേണ്ടത് അല്ലേ? അതെ അതെ. അപ്പൊ സൂര്യന്റെ ആഘാതം ഇവിടെ വന്നിട്ട് റിഫ്ലക്ട് ആയിട്ട് പോകും. ഏകദേശം റൂഫിംഗ് ഷീറ്റിന്റെ താഴെയാണ് വരിക. എന്നിരുന്നാലും ഇതിന്റെ വരുന്ന ഹീറ്റിനെ അത് റിഫ്ലക്ട് ചെയ്ത് കളയും. എത്ര പെർസെന്റേജ് റിഫ്ലക്ട് ആവും? പെർസെന്റേജ് എന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റില്ല. കാരണം നമുക്ക് സാധാരണ നമ്മുടെ രാവിലെ ന്യൂസിലൊക്കെ കാണുമ്പോൾ ഇന്നത്തെ ഉയർന്ന താപനില കുറഞ്ഞ താപനില എന്ന് കാണിക്കുന്നത് നമ്മുടെ ഒരു തണലുള്ള മരത്തിന്റെ താഴെ എന്താണോ ടെമ്പറേച്ചർ, ആംബിയൻ ടെമ്പറേച്ചർ എന്ന് പറയും, ആ ടെമ്പറേച്ചർ നമുക്ക് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. യെസ്, അത് ഞാനൊന്ന് പ്രൂഫ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഷീറ്റ് റൂഫിന്റെ അടിയിൽ ഈ സാധനം വിരിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലത്തെ ടെമ്പറേച്ചറും താഴത്തെ ടെമ്പറേച്ചറും ഞാനൊന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. ഈ സാധനത്തിന്റെ പേര് എല്ലാവർക്കും അറിയായിരിക്കും. ഇതാണ് തെർമോമീറ്റർ. ഇതിന്റെ യൂസ് എത്രയാണ് ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ടെമ്പറേച്ചർ കിട്ടും. ചേട്ടാ ഷീറ്റിന്റെ മുകളിൽ അടിച്ചിട്ടേ മുകളിൽ എത്ര ടെമ്പറേച്ചർ എന്നാണേ? ഓക്കെ മതി, തന്നോ. ഇതിനകത്ത് ഇപ്പോൾ ടെമ്പറേച്ചർ വന്നേക്കുന്നത് 42.1 ആണ്. എന്ന് വെച്ചാൽ വെയിലിൻ്റെ അളവ് 42.1 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി നമുക്ക് അടിഭാഗത്ത് എത്രയാണ് ടെമ്പറേച്ചർ നോക്കാം. നോക്കിയോ, ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ടെമ്പറേച്ചർ 32.8 ആണ്. 32 ആയി 10 ഡിഗ്രി സെൽഷ്യസ് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കുറവുണ്ട്. ഇനിയിപ്പോൾ നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഒരു 15 ഡിഗ്രി വരെ കുറവ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുള്ളതാണ്. നമ്മൾ പല സമയത്തും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കുറവ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഈ പ്രൊഡക്റ്റുകളുടെയൊക്കെ അവൈലബിലിറ്റി ഇതെങ്ങനെ കിട്ടും? നിങ്ങളെ ബന്ധപ്പെട്ടാൽ മതിയോ? എന്താണ് അതിന്റെ ഒരു സംഭവം? നമ്മൾ വിളിച്ചാൽ മതി. നമുക്ക് ചെറിയ ഓർഡർ ഒക്കെ ആണെങ്കിൽ നമ്മൾ നിയറസ്റ്റ് ഉള്ള കൊറിയർ സർവീസ് ആയിട്ട് നമ്മൾ കൊറിയറിൽ ബുക്ക് ചെയ്യും. അല്ല, വലിയ ഓർഡർ ആണെങ്കിൽ നമ്മളുടെ വണ്ടികളുണ്ട്. നമുക്ക് 20ഓളം വണ്ടികളുണ്ട്. നമ്മൾ എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. യെസ്, ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കോൺടാക്ട് ചെയ്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വീണ്ടും ഒന്ന് ഇറങ്ങിച്ചെല്ലാം. നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ തന്നെ ചോദിക്കാം. ഇത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഷീറ്റ് റൂഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ വീട്ടിലേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ടെറസ് ഉണ്ട്, ടെറസിൽ നമുക്ക് ചൂട് കുറയണം, ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഷീറ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രഷ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞു കൊടുക്കും? ഇൻസ്റ്റാളേഷൻ വരുന്നത് നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഫ്രെയിം വർക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ പർലിംഗ് അടിച്ച് കഴിഞ്ഞ് അതിന്റെ മുകളിലാണ് നമ്മുടെ ഈ മെറ്റീരിയൽ വിരിക്കുന്നത്. ആ വിരിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ നമ്മൾ നമ്മുടെ ഫോയിലിന്റെ ഭാഗം മുകളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ വിരിക്കുക. ഈ ഭാഗം മുകളിൽ ഇത് അടിയിൽ വരുന്ന രീതിയിൽ വെക്കണം. അങ്ങനെ എങ്ങനെയാണ് അത് ടൈ ചെയ്യുന്നത്? അവിടെ ടൈ ചെയ്യുന്നത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബുഷ് കട്ടറിന്റെ വള്ളി ഉണ്ടല്ലോ, ആ വള്ളി വെച്ചിട്ട് നമുക്ക് വലിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ നമുക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 4 മൂലയ്ക്കും ഒരു ചെറിയ സ്ക്രൂ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് റൂഫിംഗ് ഷീറ്റ് മുകളിൽ വെച്ച് കൈയോടെ തന്നെ സ്ക്രൂ ചെയ്ത് പോവാം. നോർമൽ റൂഫിംഗ് ഷീറ്റ് ചെയ്യുന്നത് പോലെ സ്ക്രൂ ചെയ്ത് പോവാം. അപ്പൊ ഈ അടിഭാഗമൊക്കെ സാഗിയോ പർലിൻസിന്റെ ഇടയിലെ ഗ്യാപ്പ് നമ്മള് നന്നായിട്ട് വിരിക്കുന്ന ആൾക്കാർ സാഗ് ചെയ്യാതെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വിരിച്ചു പോകുന്നുണ്ട്. ഓക്കെ, കാരണം ഇത്
ഒരു എന്ത് പണിക്കും ഒരു എക്സ്പീരിയൻസ് ആവശ്യമാണല്ലോ. അതല്ല, നമുക്കിപ്പോൾ ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ബുഷ് കട്ടറിന്റെ വള്ളി അടിയിൽ വലിച്ചു കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ നിന്ന് സാഗേണ്ട ആവശ്യം. എക്സ്ട്രാ ഒരു സപ്പോർട്ട് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കാണാനും വലിയ ഒരു മോശം ഉണ്ടാവില്ല. ഈ സെയിം കളറിൽ തന്നെ നമുക്ക് ആ ബുഷ് ബ്ലാക്ക് കളറിൽ നമുക്ക് അതിന്റെ അടിയിൽ വിരിച്ചു കൊടുക്കാം. നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. ഇവിടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ. നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഈ ബുഷ് വലിച്ചു കെട്ടിയിട്ട് എന്താ പറയാ, ആ റോപ്പിന് എന്താ പറയുന്നത്, സ്ട്രിങ്ങോ, ബുഷ് കട്ടറിന്റെ വള്ളി എന്ന് പറയാം. കട്ടറിന്റെ വള്ളി എന്ന് പറയുന്ന ഈ സാധനം വലിച്ചു കെട്ടിയിരിക്കുന്ന വിഷ്വലാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിന്റെയൊക്കെ ഈ തിക്നെസ്സുകൾ എത്രയൊക്കെയാ വരുന്നത്? ഇതില് 6 mm മുതൽ മുകളിലേക്ക് 3 mm മുതലുണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്, നമുക്ക് 13 ഉണ്ട്, 19 ഉണ്ട്, 25 ഉണ്ട്. പിന്നെ അതിന്റെ മുകളിലേക്ക് പല തിക്നെസ്സിലും കമ്പനി ചെയ്തു വരുന്നുണ്ട്. ഇത്ര തിക്നെസ് മുതൽ ഇത്ര തിക്നെസ് വരെ ഈ സാധനം വരുന്നുണ്ട്. നോർമൽ ഒരു വീടൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 9 mm അല്ലെങ്കിൽ 13 mm യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ ചെയ്തിരിക്കുന്നത് 13 mm ആണ്. 13 mm ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ചൂടിന്റെ കാര്യത്തിൽ ഞാൻ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതാണ്. നല്ല ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നട്ടുച്ച വെയിലത്താണെങ്കിലും ഔട്ട്സൈഡിലാണ് ഈ ഭാഗം ഇരിക്കുന്നത്. അവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ആംബിയൻ ടെമ്പറേച്ചർ എത്രയാണോ അതാണ് നമുക്ക്. എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. പണ്ടൊരു ബൈക്കിന്റെ ഷോറൂം ചെയ്യുന്ന ആൾക്കാർ നമ്മളുടെ കയ്യിൽ നിന്ന് ഈ മെറ്റീരിയൽ വാങ്ങിച്ചപ്പോൾ ഷീറ്റ് ഇടുന്ന ആൾക്കാർ പറഞ്ഞു, ഇല്ല ഇതിൽ ഒട്ടും ചൂട് കുറയില്ല, നമുക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ ഓണർ പറഞ്ഞു, അതിന് വരുന്ന റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തോളാം, നീ അത് വിരിച്ചോളാം പറഞ്ഞു. ശരി. ആ വർക്ക് ചെയ്ത ആള് ഇപ്പൊ സ്ഥിരമായിട്ട് നമ്മുടെ മെറ്റീരിയൽ എടുക്കുന്നുണ്ട്. യെസ്. നിങ്ങൾ ഇതിന്റെ മുമ്പ് വിരിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ എവിടെയെങ്കിലും വിരിച്ച സൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നേരിട്ട് പരിശോധിക്കുകയും ചെയ്യാട്ടോ. നേരിട്ട് മനസ്സിലാവും. ഞാൻ അത്രത്തോളം കോൺഫിഡന്റ് ആയിട്ട് പറയാനുള്ള കാരണം ശരിക്കും നമുക്ക് ആ ചൂട് കുറയുന്നത് വ്യത്യാസം അനുഭവിക്കാൻ സാധിക്കും. ഇതിപ്പോ കേരളത്തിലെ എവിടെ നിന്ന് വിളിച്ചാലും അവരുടെ നിയർ ബൈ ആയിട്ട് വിരിച്ച സ്ഥലം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, പറഞ്ഞു കൊടുക്കാനും പറ്റും. ഈ ഒരു സാധനം നമ്മൾ ഇതുവരെ പരിചയപ്പെടുത്തിയില്ല. ഒന്ന് മുമ്പോട്ട് എടുത്ത് നോക്കാം അല്ലേ? യെസ്. ഫോൾ സീലിംഗിന് ഒരു അടിപൊളി പകരക്കാരൻ എന്ന് പറയാം. ആർക്ക് പകരക്കാരൻ? ജിപ്സം ബോർഡുകൾക്ക് പകരക്കാരൻ. കാരണം വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ലൈറ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ജിപ്സം മെറ്റീരിയലിന് ഉണ്ടാവുന്ന ഇഷ്യൂസ് ഒന്നും തന്നെ ഈ ഒരു മെറ്റീരിയലിന് ഇല്ല അല്ലേ? ഓരോരോ പോയിന്റുകളായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ സാധാരണ തെർമോക്കോൾ എന്ന് കണ്ടിട്ടുണ്ട്. തെർമോക്കോൾ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡബിൾ പോളിസ്റ്ററൈനാണ് തെർമോക്കോൾ. തെർമോക്കോളിന്റെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ അത് വീർപ്പിച്ച ഫോമാണ്, ബീഡ്സിനെ വീർപ്പിച്ച ഫോമാണ്. അതൊരു 5-10 years ഒക്കെ ആയി കഴിഞ്ഞാൽ ആ ബോൾസ് തമ്മിൽ വിട്ടുപോകും. ശരി. നമ്മൾ ഏറ്റവും കൂടുതൽ മീനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മീൻകാരൊക്കെ യൂസ് ചെയ്യുന്നത് ഐസ് വണ്ടിയിൽ പഴയ ഐസ് വണ്ടിയുടെ ബോക്സ് തെർമോക്കോൾ ബോക്സ് ആണ്. പക്ഷെ അതിന് ലൈഫ് ഇല്ല. നേരെ മറിച്ച് പിന്നെ അതിപ്പോ ഗവൺമെന്റ് ബാൻ ചെയ്തിട്ടുണ്ട്. കാരണം ലൈഫ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് പൊടിഞ്ഞ് ഭൂമിയിൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് അത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് ബാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിന് ബാൻ ഇല്ല. ഇത് റീസൈക്കിൾ മെറ്റീരിയൽ ആണ്, ഇത് വീർപ്പിച്ചതല്ല. എക്സ്ട്രൂഡഡ് പോളിസ്റ്ററൈൻ ആണ് ഈ മെറ്റീരിയൽ വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് 32 kg ഡെൻസിറ്റി ഉണ്ട്. പ്ലസ് ഇത് 0.0003% ആണ് ഇതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ. ചേമ്പലയുടെ മുകളിൽ വെള്ളം വീണ പോലെ ഒഴുകി പോകും. വാട്ടർ പ്രൂഫ് ആണ് നമുക്ക് പറയാം അല്ലേ? യെസ്. ഒട്ടും വെള്ളം വലിക്കില്ല. രണ്ടാമത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 84 ഡിഗ്രി ചൂട് മുതൽ -27 ഡിഗ്രി തണുപ്പ് വരെ ഈ മെറ്റീരിയൽ കടത്തിവിടില്ല. ഇപ്പൊ നമ്മൾ സുരക്ഷ പോലുള്ള കണ്ടെയ്നേഴ്സ് കണ്ടിട്ടുണ്ടാവും റോഡിലൂടെ പോകുന്നത്, മീനായിട്ടും അതുപോലെ തന്നെ ഐസ്ക്രീം എല്ലാം കൊണ്ടുപോകുന്നതിനായിട്ട്. അവരൊക്കെ യൂസ് ചെയ്യുന്ന ഈ മെറ്റീരിയലാണ് അതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. എത്ര തിക്നെസ്സിലാണ് വരുന്നത്? ഇത് പല തിക്നെസ്സിൽ വരുന്നുണ്ട്. 20 mm മുതൽ നമുക്ക് 100 mm വരെയുള്ള തിക്നെസ്സിൽ ഇത് അവൈലബിൾ ആണ്. 20 ഉണ്ട്, 25 ഉണ്ട്, നമുക്ക് 40 ഉണ്ട്, 60 ഉണ്ട്, 75 ഉണ്ട്, 50 ഉണ്ട്. ഏത് തിക്നെസ്സിൽ വേണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്. ബാത്റൂമില് സീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നനയുന്ന സ്ഥലമാണല്ലോ ബാത്റൂം. അവിടെ ഇതൊരു പെർഫെക്റ്റ് സാധനമാണ്. ഇനി ബെഡ്റൂമില് നിങ്ങളുടെ പഴയ വീട്ടിലൊക്കെ ചെറിയ ലീക്കൊക്കെ ഉണ്ട്, അതിൽ എന്തായാലും ജിപ്സം ചെയ്ത് കഴിഞ്ഞാൽ പണി ഉറപ്പാണ്. അവിടെ ഈ പ്രൊഡക്റ്റ് ചെയ്യാം അല്ലെ? ഇതിൽ പൂപ്പൽ പിടിക്കോ? ഇപ്പം ജിപ്സത്തിലൊക്കെ പൂപ്പൽ പിടിച്ചാൽ അവിടെ ഇങ്ങനെ പകർന്ന് വരുന്നത്. പൂപ്പൽ പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? വെള്ളം വലിക്കുന്നതുകൊണ്ടാണ് പൂപ്പൽ പിടിക്കുന്നത്. വെള്ളം വലിക്കാത്തൊരു മെറ്റീരിയൽ പൂപ്പൽ വരേണ്ട ആവശ്യമില്ല, പൂപ്പൽ വരില്ല. ഇനി വരാം, ഇതിന്റെ മുകളിൽ ഉപയോഗിക്കുന്ന പുട്ടി, പെയിന്റ് അതെല്ലാം ക്വാളിറ്റി കുറവുള്ളാണെങ്കിൽ അത് ഈർപ്പം വലിച്ചാൽ പൂപ്പൽ വരാം. യെസ്. ഇതിൽ വരില്ല. ഈ ഒരു പ്രൊഡക്റ്റിൽ പൂപ്പൽ വരാത്ത പ്രൊഡക്റ്റ് ആണ്. ആക്ച്വലി ഇത് 2 പ്രൊഡക്റ്റുകൾ. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതും അതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് 25 mm തിക്നെസ് ആണ് ഫോൾ സീലിംഗ് ആപ്ലിക്കേഷൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് 50 mm തിക്നെസ് ആണ്. ഇത് നമ്മൾ തെർമൽ ഇൻസുലേഷൻ വേണ്ടിയിട്ട് കണ്ടെയ്നേഴ്സ്, അതുപോലെ തന്നെ ഓവർഡക്ക് ഇൻസുലേഷൻ, വാർക്കയുടെ മുകളിൽ ചൂട് വരാതിരിക്കാനായിട്ട് ഇപ്പൊ ശോഭയുടെ ഒരുപാട് പ്രൊജക്ടുകൾ, വില്ല പ്രൊജക്ടുകൾ ഇതിന്റെ മുകളിൽ 50 mm മെറ്റീരിയൽ ഇട്ടിട്ടാണ് ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ സ്പെസിഫിക്കേഷൻ ഞാൻ പറയാം. 8 feet അല്ലേ ലെങ്ത് വരുന്നത്? ഇത് 8 അടി നീളം, 2 അടി 8/2 വരിക. ഓൾമോസ്റ്റ് ഒരു 16 square feet എന്ന് പറയാം. ആക്ച്വലി നമ്മൾ MM-ലാണ് ഇതിന്റെ കണക്കുകളൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത്. അപ്പം എന്നാലും നമുക്കൊരു എളുപ്പത്തിന് പറയുകയാണെങ്കിൽ 8/2 ഷീറ്റുകൾ വരിക. സീലിംഗിൽ ഈ ഷീറ്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ജോയിന്റുകൾ എന്ത് ചെയ്യണം? ജോയിന്റ് നമ്മൾ ടേപ്പ് ഒട്ടിച്ച് അതിന്റെ ഉള്ളിൽ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകമുള്ള ജോയിന്റ് ഫില്ലേഴ്സ് ഉണ്ട്, അതിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ഏത് വലിയ ബിൽഡിംഗ് ചെയ്യുമ്പോഴും നമുക്ക് ബിൽഡിങ്ങിന് എക്സ്പാൻഷൻ കൺട്രാക്ഷൻ വന്നാൽ
ജോയിന്റ്സിൽ ക്രാക്സ് വരാം. അത് നമ്മൾ നോക്കിയിട്ട് അതിനെ ട്രീറ്റ് ചെയ്താൽ ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല. യെസ്, ഇതിലേക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്രൈമർ അടിക്കണം. ബിക്കോസ് ഇതിന്റെ ഒരു സർഫസ് ആ ഒരു റഫിനേക്കാൾ ഒരു ചെറിയൊരു സാറ്റിൻ ഫിനിഷ് പോലെ ഉണ്ട്. യെസ്, പ്രൈമർ അടിക്കണം, പുട്ടി അടിക്കണം സീലിംഗ് ചെയ്യുന്നതിന് മുമ്പ്. കാരണം അത് നമുക്ക് നല്ലൊരു ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഈ സർഫസ് ഒന്ന് കറക്റ്റ് ആക്കി എടുക്കാൻ പ്രൈമറും പുട്ടിയും ആവശ്യമായിട്ട് വരും. ഇത് നമ്മുടെ ഈ സാധനമൊക്കെ തീ പിടിക്കേണ്ട ഒരു ഷോർട്ട് സർക്യൂട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കത്തിപ്പിടിച്ച് ആകെ പ്രശ്നമാവോ? ഇത് FRB2 ആണ് മെറ്റീരിയൽ. ഇത് ഡയറക്റ്റ് ഇത് കത്തില്ല. നേരെ മറിച്ച് വേറെ എന്തെങ്കിലും മെറ്റീരിയൽ കത്തിക്കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഉരുകി കൊടുക്കും. നമ്മുടെ ഉള്ളിലിടുന്ന വയർ കവർ ചെയ്യുന്ന ബ്ലാക്ക് സ്ലീവ് വരെ നമ്മൾ തീപ്പെട്ടി അടുത്ത് കാണിച്ചാൽ മതി, കത്തിപ്പിടിക്കും. ക്ലാസ് O ആണ്. ഞാനതൊന്ന് കത്തിച്ച് കാണിച്ചു തരാം. അപ്പൊ ഇതേപോലെയാണ് അതിന്റെ കത്ത് പിടിക്കുന്ന രീതി. ഉരുകി ചീരാണ് ചെയ്യുക അല്ലെ? ആ കോർണറിലൊന്നും കൊടുത്തേ. കോർണറിലാണ് ശരിക്കും പിടിക്കേണ്ടത്. കെട്ടുപോകും. ശരിക്കും കൊടുത്തേ. ആളുകൾ പറയേണ്ടത് കത്തുന്നുണ്ടല്ലോ, കത്തി പിടിക്കൂല. തന്നെ കെട്ടു. അതിന്റെ ബാക്കിൽ ഒന്ന് കൈ വെച്ച് നോക്കാവോ? ഇവിടെ ചൂട് കുറവാ, ചൂടേ ഇല്ല. അവിടെ ചൂട് വരില്ല. ഇവിടെ ചൂട്, ഇവിടെ ഈ ഭാഗത്ത് ചൂടില്ല. ഫ്രണ്ടിൽ തുടരുത്, കൈ പൊള്ളും. ഫ്രണ്ടില് ഒന്നും പറ്റില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് അഫോർഡബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് ഇത് ഏകദേശം എങ്ങനെ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് ഇതിന്റെ പ്രൈസിംഗ് ഒക്കെ വരുന്നത്? ഒരു റേഞ്ച് പറയാൻ പറ്റും? നമുക്കൊരു 15 രൂപ മുതൽ സ്ക്വയർ ഫീറ്റിന് 15 രൂപ മുതൽ നമുക്ക് 100 രൂപ വരെ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറ്റും. അതായത് തിക്നെസ്സും കാര്യങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ച് ഫോൾ സീലിംഗ് ആപ്ലിക്കേഷനിൽ ഇൻസ്റ്റലേഷൻ ചെയ്യാം, ഓടൊക്കെ ഇൻസ്റ്റലേഷൻ ചെയ്യാം. അങ്ങനെ ഒരുപാട് തരത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് മിനിമം ഒരു 15 രൂപ മുതൽ മുകളിലേക്ക് പിടിച്ചാൽ ഒരു 100-150 രൂപയ്ക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറ്റും. ഏതാണ് വേണ്ടതെന്ന് സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സൈറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് കൂടുതൽ നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇവരെ കോൺടാക്റ്റിൽ വിളിച്ചിട്ട് നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണെന്ന് കറക്റ്റ് പറഞ്ഞാൽ കറക്റ്റ് ഒരു കൊട്ടേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ഇതാ ഈ ഒരു ഔട്ട്പുട്ടിലേക്ക്, എൻഡ് ഫിനിഷിലേക്ക്, റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇൻസു ബോർഡ് വെച്ചിട്ടാണ്. ഇവിടെ ഇൻസു ഷീൽഡ് ഷീറ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ റൂഫിംഗ് ഷീറ്റിന് താഴെ ഇൻസു ഷീൽഡ് ഇട്ടിട്ടുണ്ട്. അതിന്റെ താഴെ നമ്മൾ ഇൻസു ബോർഡ് വെച്ച് സീലിംഗ് അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ഓഡിറ്റോറിയം ആണത്. മുകളിൽ മെറ്റൽ റൂഫിംഗ് ചെയ്തിരിക്കുന്നു. തൊട്ടു താഴെ സുപ്രീമിന്റെ ഇൻസു ഷീൽഡ് ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഫോൾ സീലിംഗിന്റെ ചാനൽസ് അടിച്ചു അല്ലേ? നോർമൽ സീലിംഗിന്റെ ചാനൽസ് തന്നെയല്ല ഇതിനും അടിക്കുന്നത്. ആണ് നോർമൽ ഡ്രൈ സ്ക്രൂസ് തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇൻസു ബോർഡുകൾ യൂസ് ചെയ്തിരിക്കുന്നു. ഇൻസു ബോർഡുകൾ യൂസ് ചെയ്തിരിക്കുന്ന നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഈ കയറി വരുന്ന ഈ ഒരു എൻട്രൻസ് ഏരിയയിൽ ഒരു കേർവ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലെ? കേർവ്ഡ് ആയിട്ട് ചെയ്യാൻ ഈ ഒരു സാധനം ബെസ്റ്റ് ആണ്. അതെ, നമുക്ക് ആ ബോർഡ് നമുക്ക് വളയ്ക്കാൻ സാധിക്കും, ബെൻഡ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് സാധാരണ മറ്റുള്ള ബോർഡുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നമുക്ക് പെർഫറേറ്റ് ആയിട്ടുള്ള ബോർഡുകൾ ഉണ്ടാവും. നമ്മൾ ഇതിനെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ CNC കൊണ്ടുപോയിട്ട് പെർഫറേഷൻ ബോർഡ് കട്ട് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലാണ് നമ്മൾ അബ്സോർപ്ഷൻ മെറ്റീരിയൽ, ഗ്ലാസ് വോൾ, റോക്ക് വോൾ അല്ലെങ്കിൽ പോളിഷ് വോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസ്. അപ്പൊ ഈ സ്റ്റുഡിയോസ് അല്ലെങ്കിൽ ഹോം തിയേറ്റർ ഇതൊക്കെ ഇത് വെച്ച് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും വീട്ടിൽ ഹോം തിയേറ്റർ ഒക്കെ ചെയ്യുന്ന ആളുകളെ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. വൂള് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവാൻ സാധ്യത. അപ്പൊ നമ്മൾ ഈ സാധനം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സൗണ്ട് ഇൻസുലേഷൻ നമുക്ക് അവിടെ കിട്ടുന്നതാണ്. അതൊരു സൊല്യൂഷൻ കൂടിയാണ്. ഞാൻ മുമ്പ് പോയിന്റ് ഔട്ട് ചെയ്യാൻ മറന്നു പോയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ ഓർമ്മിപ്പിച്ചതിന് വളരെയധികം നന്ദി. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സീലിംഗിൽ ചെയ്യുന്നത് പോലെ സീലിംഗ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റുകളൊക്കെ ഇതിനകത്തേക്ക് നോർമൽ രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് നമ്മൾ സാധാരണ ഇൻസേർട്ട് ചെയ്യുന്ന പോലെ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളൊന്ന് സീലിംഗിലേക്ക് നോക്ക്, കോവ് ലൈറ്റുകൾ വന്നിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റിംഗ് നൽകിയിട്ടുണ്ട്. അത് പ്രൊഫൈലും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. പ്രൊഫൈൽ കട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് കോവ് ലൈറ്റ്സ് കട്ട് ചെയ്യാം. എത്ര ഹെവി ആയിട്ടുള്ള ലൈറ്റുകൾ വേണമെങ്കിലും നമുക്ക് ഇതിൽ ഇൻസേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഫിനിഷിൽ തന്നെ അത് ചെയ്യാനും സാധിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ചൂടെന്ന് പറയുന്ന ആ ഒരു വലിയൊരു ഇഷ്യൂ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഞങ്ങൾ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്തിരിക്കുന്ന കാര്യമാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. കൂടെയുള്ളത് മിസ്റ്റർ ജിബിനാണ്. ഫുൾ നെയിം ഒന്ന് പറയുന്നു. ജിബിൻ ജോസഫ് എന്നാണ് എന്റെ പേര്. ജയ്സ്റ്റാർ അല്ലേ? ടീം ജയ്സ്റ്റാർ എന്റർപ്രൈസസ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. തൃശ്ശൂർ ജില്ലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽസ് ഒന്ന്. തൃശ്ശൂർ ബൈപ്പാസ്, മണ്ണുത്തി ബൈപ്പാസിനടുത്തുള്ള മരത്താക്കരയാണ് എന്റെ സ്ഥാപനം നിൽക്കുന്നത്. നമുക്ക് ബ്രാഞ്ചസ് ഉള്ളത് എറണാകുളത്ത്, കോട്ടയത്ത്, അതുപോലെ തന്നെ പാലക്കാട്, എവിടെ വേണമെങ്കിലും നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട്. അവിടെ നിങ്ങളുടെ ബ്രാഞ്ചസ് ഉണ്ട്? അവിടെ വന്നാലും സാധനങ്ങൾ കിട്ടും. അവിടെ വന്നാലും നമുക്ക് സാധനങ്ങൾ കളക്ട് ചെയ്യാൻ സാധിക്കും. എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ബ്രാഞ്ചിലൊക്കെ? മെയിൻലി ഇൻസ്റ്റലേഷൻ മെറ്റീരിയൽസ് ആണ് നമ്മൾ എല്ലാ ബ്രാഞ്ചിലും വെക്കുന്നത്. കാരണം ഇത് ഒരുപാട് ദൂരം ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ബൾക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് തൊട്ടടുത്ത് എടുക്കാൻ സാധിക്കുന്ന ഒരു ആക്സസിബിലിറ്റി വേണം. അതിനുവേണ്ടിയാണ് നമ്മൾ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ശരി. അപ്പോൾ ഇതിന്റെ പോലെ പ്ലംബിംഗ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇതേ പറഞ്ഞ ബ്രാഞ്ച്? പ്ലംബിംഗ് നമുക്ക് തൃശ്ശൂരാണുള്ളത്. തൃശ്ശൂർ കടകളിലേക്കുള്ള സപ്ലൈ ആണ് നമ്മൾ ചെയ്യുന്നത്. ശരി. ഓക്കെ.
അപ്പോൾ എന്തായാലും ഇവരുടെ കസ്റ്റമർ കെയർ, ഇവരെ വിളിക്കാനുള്ള നമ്പർ ഞാനിതിൽ കൊടുത്തേക്കാം. എല്ലാ ദിവസവും വിളിച്ചാൽ കിട്ടുമോ? ഞായറാഴ്ചയൊക്കെ വിളിച്ചാൽ അവൈലബിൾ ആണ്? ഞായറാഴ്ച ഒന്ന് അവോയ്ഡ് ചെയ്ത് തന്നാൽ ഉപകാരമായി. ഓക്കെ, ഞായറാഴ്ച ഇവരുടെ സ്റ്റാഫ് ലീവ് ആയിരിക്കും. സോ ബാക്കിയുള്ള ഏതെങ്കിലും ഒരു ദിവസം ഏത് സമയം വരെ ആളുകൾക്ക് വിളിക്കാം? നമുക്കൊരു 7-8 മണി, ഏത് നൈറ്റ് 9 മണി വരെ നമുക്ക് കുഴപ്പമില്ല, വിളിക്കാം. കുഴപ്പമില്ല. വാട്സപ്പിൽ ബന്ധപ്പെടാൻ സാധിക്കും NRIs ആയിട്ടുള്ള ആളുകൾക്കൊക്കെ? ആർക്ക് വേണമെങ്കിലും വാട്സപ്പിൽ എല്ലാ നമ്മുടെ നമ്പേഴ്സിലും വാട്സപ്പ് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റും അവൈലബിൾ ആണ്. യെസ്, ഞാനിപ്പം ഡിസ്പ്ലേയിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്ന നമ്പേഴ്സിൽ വാട്സപ്പ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് ഇവരുടെ കസ്റ്റമർ കെയറിൽ വിളിക്കാൻ സാധിക്കും. വേണ്ട ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യും. ഇൻ കേസ് നിയറസ്റ്റ് തൃശ്ശൂർ ജില്ലയിലൊക്കെ ആണെങ്കിൽ ലേബേഴ്സിനെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇത് ചെയ്യുന്നത് തീർച്ചയായിട്ടും കൊടുക്കാൻ സാധിക്കും. തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല, നമ്മൾ എല്ലായിടത്തും നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വർക്ക് ചെയ്തും കൊടുക്കുന്നുണ്ട്. യെസ്, വിത്ത് സീലിംഗ് ചാനൽസ് ഒക്കെ എല്ലാം വെച്ച് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേരളം മൊത്തം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. യെസ്, അപ്പോൾ സീലിംഗ് അല്ലെങ്കിൽ എന്താണ് റൂഫിംഗ് സൊല്യൂഷന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. നമ്പേഴ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഡിസ്പ്ലേയിലും കൊടുക്കുന്നുണ്ടാവും. ഇവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഞാൻ അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഫുൾ പ്രൊഡക്റ്റിൻ്റെ റേഞ്ചുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ.